ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ജാനകി അവളുടെ അനുജത്തിയായിട്ടുള്ള നിരഞ്ജനയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. നിരഞ്ജന നമ്മുടെ അജയുടെ എല്ലാ കള്ളക്കളികളും കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ നല്ല നിരാശയില്ല. മോളെ, ഏട്ടത്തി ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നതെന്ന് മോൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് ഏട്ടത്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ദേ, നീ അജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഏട്ടത്തിയോട് അത് പറയണമെന്ന് പറഞ്ഞു. ഒരിക്കലും ഒരവിവേകവും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതെന്ന് കൂടി ജാനകി നമ്മുടെ നിരഞ്ജനയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുക. നിരഞ്ജന നമ്മുടെ ജാനകിക്ക് വാക്കുകൊടുത്തു കേട്ടോ. ഇനി ഒരിക്കലും ഏട്ടത്തെ അറിയാത്ത ഒരു തീരുമാനങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ജാനകി ആ ഒരു സമാധാനത്തോടു കൂടി തന്നെ അവളുടെ അമ്മയെ തേടിയുള്ള ആ യാത്ര തുടങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയതും ജാനകിയും അതുപോലെ നിരഞ്ജനയും കൂടി കുളിച്ച് നല്ല കുട്ടപ്പികളായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുക. ഓ, അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ആ, എന്തേ നീ വരുന്നുണ്ടോ ഞങ്ങളുടെ ഒപ്പമെന്ന് ജാനകി അപർണയോട് ചോദിക്കുക. ഇത് കേട്ടതും അപർണ പറഞ്ഞു, അതെ, എനിക്കങ്ങനെ ദൈവങ്ങളിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾ പോയി തൊഴുതോ, നിങ്ങളുടെ മനസ്സിലുള്ള ഭാരം മുഴുവനും ഇറക്കി വെച്ചോ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസമൊന്നും കൊണ്ടു നടക്കുന്ന ആളല്ല എന്ന് അപർണ പറയുക. ആ, ആയിക്കോട്ടെ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഈശ്വരനെ വിചാരിച്ച് നീ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ജാനകി നമ്മുടെ നിരഞ്ജനയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുക. അങ്ങനെ അമ്പലത്തിലെത്തിയതും ജാനകി മനസ്സ് നിറഞ്ഞ് ദേവിയുടെ മുന്നിൽ നിന്ന് കൈകൂപ്പി തൊഴുതു പ്രാർത്ഥിക്കുക, എൻ്റെ അമ്മയെ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കണേന്ന്. അപ്പം നിരഞ്ജനയ്ക്ക് നല്ല വിഷമമുണ്ട്. നിരഞ്ജനയുടെ ജീവിതത്തിലും ഈ അജയ് എന്ന് പറയുന്ന ദുഷ്ടം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അവളുടെ വിശ്വാസത്തെയും അവളുടെ സ്നേഹത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അജയുടെ ഓരോ പ്രവൃത്തിയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിരഞ്ജനയും നല്ലതുപോലെ തന്നെ ഈശ്വരന് മുന്നിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം ജാനകിയാണെങ്കിലോ, എൻ്റെ പ്രാർത്ഥന ദേവി കേൾക്കുമെന്ന് അറിയില്ലല്ലോ മോളെ. ഏട്ടത്തി വിഷമിക്കേണ്ട. ഏട്ടത്തിയുടെ പ്രാർത്ഥന ഒരു ദൈവങ്ങൾക്കും ഏട്ടത്തിയെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഏട്ടത്തി മനസമാധാനമായിട്ടിരിക്കും. ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ അമ്മയെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നിരഞ്ജന പറയുന്നത്. അങ്ങനെ നമ്മുടെ ജാനകി അവൾക്ക് കിട്ടിയ ആ ഒരു പുഷ്പാഞ്ജലിയുടെ ആ ഇലകൾ വിതർത്ത് നോക്കുന്ന സമയത്ത് ശരിക്കും ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പം ഒരു വെള്ളപുഷ്പം തരാറുണ്ടല്ലോ. അങ്ങനെ ആ ഒരു ലോജിക്ക് നമ്മുടെ ജാനകി അവിടെ വെച്ച് മനസ്സിലാക്കുക. മോളതേ കണ്ടില്ലേ, എൻ്റെ പ്രാർത്ഥന ദേവി കേട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അതെ ഏട്ടത്തി സമാധാനമായിട്ടിരിക്കുക. ഏട്ടത്തി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഏട്ടത്തിയുടെ അമ്മയെ ആ അപർണയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ കഴിയുമെന്ന് നിരഞ്ജനയും പറയുക. അങ്ങനെ ജാനകി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വീട്ടിലെത്തുമ്പം ആ അപർണയും തമ്പിയും കൂടി ഭയങ്കര സംസാരം. അല്ല, ഇതെവിടെ പോയി വരുന്ന വഴിയാ? ഓ, അതച്ഛൻ അറിഞ്ഞില്ലേ? അച്ഛാ, ജാനി ഏട്ടത്തി ഇപ്പം അമ്മയെ തിരക്കിയുള്ള അന്വേഷണത്തിലാണ്. ആ, എന്നിട്ട് എവിടെ നിന്ന് കിട്ടാനാ? എന്നിട്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞോ ജാനകി എന്ന് ചോദിക്കുകയാണ് തമ്പിയുടെ ഈ ഒരു സംസാരവും തമ്പിയുടെ പെരുമാറ്റവും തൻ്റെ അമ്മയോട് തമ്പി ചെയ്ത ക്രൂരതകളും ഒക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി. അതെ, ഞാൻ എൻ്റെ അമ്മയെ തേടിയുള്ള യാത്രയിൽ തന്നെയാണ്. പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്താൻ സാധിക്കും. ആ ഒരു വിശ്വാസവും എനിക്ക് നല്ലതുപോലെ ഉണ്ട്. പിന്നെ നീ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, എൻ്റെ അമ്മ എന്നെ പിഴച്ചു പറ്റതാണെന്നോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ട് എന്നെ ഉപേക്ഷിച്ചതാണെങ്കിലോ, അല്ലെങ്കിൽ നീ പിന്നീടും പറഞ്ഞല്ലോ എൻ്റെ അമ്മയ്ക്ക് മറ്റൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ അന്വേഷിച്ച് ചെല്ലുന്ന സമയം അമ്മയുടെ ജീവിതം തകർന്ന തരിപ്പണമാകുമെന്നൊക്കെ. എൻ്റെ അപർണെ, എൻ്റെ അമ്മ ഇപ്പം ഏത് സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിലും എൻ്റെ അമ്മയെ ഞാൻ സ്വീകരിക്കും. എൻ്റെ അമ്മയെ എനിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അമ്മ മറ്റൊരു കുടുംബമായിട്ട് താമസിക്കുകയാണെങ്കിൽ അതൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി ഈ ജാനകി മടങ്ങും. അല്ലാത്ത പക്ഷം എൻ്റെ അമ്മ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ ഒപ്പം കൂട്ടുമെന്ന് തന്നെ ജാനകി അപർണയോട് പറഞ്ഞു. ഇത് കേട്ടതും തമ്പിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നീ എവിടെ പോയി കണ്ടെത്താനാടി? അല്ലെങ്കിലും നിന്നെ കണ്ടതുപോലെ തന്നെ നിൻ്റെ അമ്മയും അങ്ങനെയുള്ള ഒരു അലമ്പ് കക്ഷിയാകാനാണ് സാധ്യതയെന്ന് തമ്പി പറഞ്ഞു.
അത് കേട്ടതും ജാനകിക്ക് അങ്ങ് കയറിക്കൊണ്ടു. ജാനകി പറയുന്നുണ്ട്, അതേ, പാവപ്പെട്ട സ്ത്രീകളെ ചതിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ ഗണത്തിൽ നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അത് കേട്ടതും അപർണയും തമ്പിയും പരസ്പരം നോക്കി, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാൽ ശരി കേട്ടോ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ അവൾ തിരിക്കുന്നത് അവളുടെ അമ്മയുണ്ടെന്ന് പറഞ്ഞ് കുട്ടിക്കാനത്തുള്ള ആ ഒരു ഓർഫനേജിലേക്കാണ്. അവിടെ എത്തിയതും ജാനകിയെ സ്വീകരിച്ചത് അവിടെയുള്ള ഒരു സന്യാസിനി അമ്മയാണ്. അങ്ങനെ അവർ ജാനകിയെ കൂട്ടിയിട്ട് അവിടെയുള്ള ആ ഒരു സ്വാമിയുടെ അടുത്തേക്ക് ചെന്നു. അതേ സ്വാമി, ഞാൻ സൂര്യനാരായണൻ്റെ മരുമകളാണെന്ന് പറഞ്ഞതും സ്വാമിക്ക് ആളെ പിടികിട്ടി. മനസ്സിലായല്ലോ മോളെ, വാ കയറി വാ. സ്വാമി, എൻ്റെ അമ്മയെ അന്വേഷിച്ച ഞാനിവിടെ വന്നത്. ഒരു രാധാമണി വാരസ്യര എൻ്റെ അമ്മ. അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാ സത്യങ്ങളും ഞങ്ങളോട് വെളിപ്പെടുത്തിയതെന്നും ജാനകി അവിടെ വെച്ച് പറഞ്ഞു. ഇത് കേട്ടതും ആ ആൾക്ക് വലിയ വിഷമം വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ അമ്മ അനുഭവിച്ച ഓരോ യാതനകളും അറിഞ്ഞത്, അതും അടുത്ത് നിന്ന് അറിഞ്ഞു കണ്ട ആളാണ് ആ സന്യാസി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, മോൾ അന്വേഷിച്ച് വന്ന ആൾ ഇവിടെ തന്നെയുണ്ട്, മോളുടെ അമ്മ. അത് കേട്ടതും ജാനകിയുടെ മുഖമൊക്കെ അങ്ങ് വിടർന്നു. ശരിക്കും പറഞ്ഞാൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അങ്ങനെ അവിടെയുള്ള ഒരു ആളോട് പറഞ്ഞിട്ട് നമ്മുടെ ജാനകിയുടെ അമ്മ രാധാമണി വാരസ്യാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ്. ഇത് കേട്ടതും ജാനകിയുടെ ചങ്കൊക്കെ പടപടാന്നടിക്കാൻ തുടങ്ങി. അങ്ങനെ ജാനകി കാത്തിരുന്ന ആ ഒരു നിമിഷം, അവളുടെ അമ്മ അവളുടെ മുന്നിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷം ശരിക്കും ജാനകിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്രയും കാലവും താൻ അനാഥയായിരുന്നു, എന്നാൽ ഇന്ന് താൻ അനാഥയല്ല, തന്നെ അനാഥയെന്ന് വിളിച്ച ആ മനുഷ്യൻ്റെ തന്നെ ചതിയിൽപ്പെട്ട ആ അമ്മയാണല്ലോ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അതിനുശേഷം അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനാണ്, അമ്മയുടെ മോള് ജാനകിയാണ്. അങ്ങനെ ആ അമ്മയും മോളും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനുകളൊക്കെയാണ് നമ്മുടെ ആ ഒരു നെക്സ്റ്റ് വീക്ക് പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ജാനകി അവിടെ ആ അന്തേവാസികളോടൊപ്പം അവിടെ തങ്ങുന്നു. അങ്ങനെ അഭിയെ വിളിച്ച് പറയുന്നൊക്കെയുണ്ട്, അഭിയേട്ട ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തി അഭിയേട്ട. ജാനകി, ഒരുപാട് സന്തോഷമുണ്ട് മോളെ. ഇത്രയും നാളും അപർണയും അച്ഛനും അതുപോലെ എല്ലാവരും ഒക്കെ നിന്നെ കളിയാക്കിയില്ലേ, ഇപ്പോൾ ദാ ആ ഒരു കളിയാക്കലൊക്കെ വെറുതെ ആയി. നിനക്ക് നിൻ്റെ അമ്മയെ കണ്ടെത്താൻ സാധിച്ചല്ലോ. അതെ അഭിയേട്ട, അപ്പം ഞാനിനി അനാഥയല്ല, എനിക്ക് എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ളൊരു സന്തോഷ നിമിഷത്തിലൂടെ നമ്മുടെ ജാനകി അവളുടെ സ്വന്തം അമ്മയെ കണ്ടെത്തുന്നു. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തമ്പിക്ക് അറിയില്ലല്ലോ, തമ്പി മൂലം ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് രാധാമണി എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അമ്മയെ കൂട്ടി ജാനകി ഈ വീട്ടിലേക്ക് വരുന്ന സമയം തമ്പിയുടെയും മകളുടെയും പത്തിയും പടമൊക്കെ മടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. തമ്പിയെപ്പോലുള്ള ഒരു വൃത്തികെട്ടവന് ഇതിൽ കൂടുതൽ ഒരു ശിക്ഷയും ഒരു മകളും കൊടുക്കാനും ബാക്കിയില്ല. അങ്ങനെ നമ്മുടെ ജാനകി അവിടെയുള്ള ആ ഒരു സ്വാമിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ പെറ്റമ്മയും കൂട്ടിയിട്ട് അളകാപുരിയിലേക്ക് എത്തുന്നതും ഒക്കെയാണ് ഈ വരുന്ന ആഴ്ചയിൽ വിശേഷത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.